പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമ്മളിന്ന് ഹനുമാന് രാമതത്വോപദേശമാണ് വായിക്കാൻ പോകുന്നത്. വീരന്മാർ ചൂടും മകുടത്തിൻ നായികക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം, നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നും നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം, സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവ്വജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം, സർവദാ സർവാധാരം സർവദേവതാമയം. നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ അരുളി ചെയ്തു കേട്ടിട്ട് മഹാദേവി സീത ഹനുമാനോട് പറഞ്ഞു, വീരാഗ്നിയായ രാമഭക്ത, കേട്ടാലും ശ്രീരാമദേവൻ സച്ചിദാനന്ദ സ്വരൂപനും അദ്വയവും സർവോപയാദി വിരഹിതനുമായ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണെന്ന് നീ അറിയണം. നിർഗുണനും നിർവികാരനും ശാന്തനും ജന്മനാശാതിരഹിതവുമായ പരബ്രഹ്മമാണ് ശ്രീ രാമദേവനെന്ന് നീ മനസ്സിലാക്കുക. സർവകാരണം സർവവ്യാപിയും സർവാധാരനും സർവേശ്വരും സർവദേവതാമയനുമായ നിർവികാരാത്മാവാണ് ഭഗവാൻ ശ്രീരാമദേവനെന്ന് അറിഞ്ഞുകൊള്ളുക. എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മോശപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടാമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിരുന്നു ബുധജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നും തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ജനകന വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം. ക്രോധയായെടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം. ബദ്ധമോദേന പൂക്കുയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും. മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമഭക്തിയായോരഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ച ആദരപൂർവം മിഥിലാപുരമകം പൊക്കും. ഇനി ഞാൻ എൻ്റെ തത്വം നിന്നോട് പറയാം. ഞാൻ തന്നെയാണ് മൂലപ്രകൃതി. നാഥനായ പരമാത്മാവിൻ്റെ സാന്നിധ്യം മാത്രം കൊണ്ട് ഞാൻ ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിക്കുന്നു. വിദ്വാൻമാർ ഈ സൃഷ്ടികളെയെല്ലാം പരമാത്മസ്വരൂപത്തിൽ കാണുന്നു. പരബ്രഹ്മത്തിന് ജനനാദീഭാവങ്ങളുണ്ടോ എന്നുള്ളത് ബ്രഹ്മതത്വം അറിഞ്ഞവർക്കേ അറിയാനാവൂ. സർവേശ്വരൻ ദശരഥപുത്രനായ രാമനായിട്ട് അയോധ്യയിൽ വന്ന് അവതരിച്ചു. രാക്ഷസരെ വധിക്കാനായിട്ട് വിശ്വാമിത്രനോടൊപ്പം വനത്തിലേക്ക് തിരിച്ചു. വഴിക്ക് വെച്ച് ക്രോധത്തോടെ പാഞ്ഞെടുത്ത താടകയെ വധിച്ചു. സിദ്ധാശ്രമത്തിലെത്തി യാഗരക്ഷ നടത്തിയ ശേഷം വിശ്വാമിത്രനോടൊപ്പം മിഥിലാപുരിയിലേക്ക് പോകുന്ന വഴി ഭഗവാൻ ശ്രീരാമദേവൻ ഗൗതമഭക്തിയായ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി. ഭഗവാൻ ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ച അഹല്യയെ അനുഗ്രഹിച്ചിട്ട് മഹർഷിയോടൊത്ത നാഥൻ മിഥിലാപുരിയിലെത്തി.
മുപ്പുരവൈരിയുടെ ശാപവും മുടിച്ചുടൻ മത്പ്രാണീഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പൊക്കു തടുത്തോരു മാർഗവരാമൻ തന്റെ ദർപ്പവുമടക്കി മൻപോടയോധ്യയും പൊക്കു ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ സാധനം അഭിഷേകത്തിനാരംഭിച്ചാനതും മാതാവ് കൈകേയിയും മുടക്കിയത് മൂലം രാജാവായ സുമിത്രാത്മജനോടും കൂടി ചിത്രകൂടം പ്രാപിച്ചു വസിച്ചകാലം താതൻ വൃത്താരീപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ഉദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്ക കാലത്തു വിനാശനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവനാമഗസ്യനെ കണ്ടു ദണ്ഡമെന്നിയെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചോപജീവത്രമാണീരും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ ജഡ്പണനവരുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ ശൈവശാപം ഖണ്ഡിച്ചിട്ട് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോരുന്ന വഴിയിൽ കുറുകെ നിന്നു തടുത്ത പരശുരാമന്റെ അഹങ്കാരത്തെ ഭഗവാൻ ഇല്ലാതാക്കി അയോധ്യയിലെത്തിയ ചേർന്ന ഞങ്ങൾ 12 വർഷം സുഖമായിട്ട് വസിച്ചു. ആ ഇടയ്ക്ക് ദശരഥ മഹാരാജാവ് രാജ്യാഭിഷേകത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. അങ്ങനെ കൈകേയി അമ്മ അതിന് തടസ്സമുണ്ടാക്കി തുടർന്നു. സഹോദരനായ ലക്ഷ്മണനോടൊത്ത് ഞങ്ങൾ ചിത്രകൂട പർവ്വതത്തിൽ വസിക്കുമ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ചരമവാർത്തയാണ്. സങ്കടപൂർവം പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഉദകക്രിയകൾ ചെയ്തിട്ട് അദ്ദേഹം രാജ്യം ഭരിക്കാൻ അനുജനായ ഭരതനെ തന്നെ നിയോഗിച്ചു. ഞങ്ങൾ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ച കാലത്ത് അദ്ദേഹം വിരാതൻ എന്ന രാക്ഷസനെ വധിച്ചു. അഗസ്ത്യാശ്രമത്തിലെത്തിയപ്പോൾ മഹർഷിമാരുടെ ആഗ്രഹപ്രകാരം രാക്ഷസവർഗത്തെ നശിപ്പിക്കാമെന്ന് ദേവൻ ശപഥം ചെയ്തു. പിന്നീട് ഞങ്ങൾ പഞ്ചവടിയിൽ പാർക്കുന്ന കാലത്ത് രാവണ സഹോദരിയെ ആയ ശൂർപ്പണഖ കാമവിവശയായി വന്നെത്തി. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ലക്ഷ്മണൻ അവളുടെ മൂക്ക് മുറിച്ചു വിട്ടു. അതറിഞ്ഞ് ഖരൻ എന്ന രാക്ഷസൻ 14,000 പടയാളികളോടൊത്ത് ക്രുദ്ധനായി യുദ്ധത്തിനെത്തി. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വെറും 3.25 നാഴിക നേരം കൊണ്ട് അവരെയെല്ലാം കൊന്നൊടുക്കി. പിന്നെ ശൂർഭനക പോയി രാവണനോട് ചൊന്നാൽ മായയാ പൊന്മാനായി വന്നു ഒരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമനുഷ്യൻ ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂർണ്ണ കബന്ധൻ തന്നെ കൊന്നു. മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു. മോക്ഷധൻ അവരുടെ പൂജയും കൈക്കൊണ്ടതാം മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി വിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. വിത്രമായിരിപ്പു തന്നെ അന്യോന്യം സഖ്യം ചെയ്തു. വൃത്താരീപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്ര മാതൃവൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാചനെ ശസ്ത്രേന വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാപകൻ തങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു യോഗസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി. ദേവകളോടനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു.
ദേവാദികളായി പൂജ്യനായിരുന്നീരില്ലാൻ ജഗന്നാഥൻ. പിന്നെ ശൂർപ്പണഖ രാവണന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. രാവണന്റെ നിർദ്ദേശപ്രകാരം മായയാൽ മാനിന്റെ രൂപം ധരിച്ചു വന്ന മാരീചന് ഭഗവാൻ ഒരു ബാണം പ്രയോഗിച്ച് മോക്ഷം നൽകി. രാവണൻ ആ തക്കത്തിന് മായാസീതയെ അപഹരിച്ചു കൊണ്ടുപോയി. പിന്നീട് മായാമനുഷ്യനായ ഭഗവാൻ ജടായുവിന് മോക്ഷം നൽകി. കബന്ധൻ എന്ന രാക്ഷസനെ വധിച്ച ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശബരീര സൽക്കാരം സ്വീകരിച്ച് അവൾക്ക് പരമഗതി നൽകി. പിന്നീട് നാഥൻ പമ്പാതീരത്ത് വെച്ച് നിന്നെ കണ്ടു. നിന്നോടൊപ്പം സുഗ്രീവനെ സന്ദർശിച്ച ഭഗവാൻ അഗ്നിസാക്ഷിയായിട്ട് സുഗ്രീവനുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു. അതനുസരിച്ച് സുഗ്രീവൻ്റെ ശത്രുവായിരുന്ന ബാലിയെ അദ്ദേഹം വധിച്ചു. സീതാന്വേഷണത്തിനായുള്ള യാത്രയും സെക്കേ സമുദ്രത്തിലെ സേതു നിർമ്മാണവും ലങ്കാമർദ്ദനവും ഒക്കെ നിനക്ക് അറിവുള്ളതല്ലേ? പോരിനൊരുങ്ങി വന്ന ശത്രുവായ രാവണനെ പുത്രന്മാരോടും മിത്രങ്ങളോടും മന്ത്രിമാരോടും പുത്യന്മാരോടുമൊപ്പം വധിച്ച് ദേവന്മാര് 3 ലോകത്തെയും രക്ഷിച്ചു. പിന്നീട് തൃപ്പാസഭക്തനായ വിഭീഷണനെ ലങ്കാപതിയാക്കി അഗ്നിയിൽ മറഞ്ഞിരുന്ന എന്നെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പരിശുദ്ധയെന്ന് തെളിയിച്ചിട്ട് ഭഗവാൻ നാഥൻ പത്നിയായി സ്വീകരിച്ചു. ദേവന്മാരോട് അനിത്യത എഴുതിക്കൊണ്ട് ഭഗവാൻ ശ്രീരാമദേവൻ പുഷ്പക വിമാനത്തിലേറി അയോധ്യാപുരിയിലെത്തി. പട്ടാഭിഷേകം കഴിഞ്ഞു. ദേവഗണപൂജിതനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സിംഹാസനത്തിൽ ഇരുന്നരുളുന്നു. യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗജഭിരാമനവ്യയാനേകനാനന്ദാത്മകാനാത്മാരാമനദ്വയൻ പരമൻ നിഷ്കളൻ വിദ്വദ്ഭുർഗാരാമനച്യുതൻ വിഷ്ണുഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിത് ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവിലനാരു വസ്തു ചെയ്യുകയില്ലൊരു നാളും. നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടരെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിപ്പിക്കുന്നു. തന്മായ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവിയും കഞ്ചലോചനതത്വമുപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളവാച പുനരവനോടരുൾ ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറിയതോ. പരമാത്മസ്വരൂപിയായ ഭഗവാൻ മായാദേവിയായ എന്നെ കൊണ്ട് ഈ വിധമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്നു. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലോകാഭിരാമനും നാശരഹിതനും ആനന്ദസ്വരൂപനും നിഷ്കളങ്കനും നിർഗുണനും പണ്ഡിതന്മാരുടെ മനസ്സിന് സന്തോഷം നൽകുന്നവനുമായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. എങ്ങോട്ടെങ്കിലും പോവുക, ചിരിക്കുക, ചുറ്റി നടക്കുക, ദുഃഖിക്കുക തുടങ്ങിയ ക്രിയാവ്യാപാരങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. നിർവികാരനായി തേജോമയനായി വർത്തിക്കുന്ന പരമാത്മസ്വരൂപൻ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മായാഗുണങ്ങളെ അനുസരിക്കുന്ന മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതായ പ്രതീതി ഉളവാക്കുന്നു.
ഈ വിധം സീതാദേവി ഹനുമാനോട് ആഞ്ജനേയനോട് പരമാത്മതത്വം ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീരാമൻ സന്തോഷത്തോടുകൂടി മന്ദഹസിച്ചു പറഞ്ഞു, വാനരശേഷ, പരമാത്മാവാവുന്ന ബിംബത്തിൻ്റെ പ്രതിബിംബമാണ് ജീവാത്മാവ്. പരമാത്മാവാം മമ ഹൃദയം ജഗമരഹസ്യമിതൊരു നാടും മദ്ഭക്തിഹീനന്മാരായി മേ വീരും. തേജോരൂപിണിയാകുമെന്നുടമായ തങ്ങൾ വ്യാജമെന്നിയെ നിൽക്കുന്നു കവിവരാം. ഓരോരോ ജലാശയേ കേവലം മഹാകാശം, നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാം, സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ. മദ്ഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചീരുമില്ല സംശയമേതും. മദ്ഭക്തി വിമുഖന്മാർ ശസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിരുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. എൻ്റെ തേജോരൂപമായ മായയിൽ അത് പ്രതിഫലിക്കുന്നു. ഓരോ ജലാശയത്തിലും വിപുലമായ ആകാശം പ്രതിഫലിക്കുന്നത് പോലെയാണിത്. സാക്ഷാൽ പരബ്രഹ്മമായ പരമാത്മാവ് നിശ്ചലമായി സാക്ഷിയായി വർത്തിക്കുന്ന ബിംബമാകുന്നു. തത്വമസി തുടങ്ങിയ വാക്യാർത്ഥങ്ങളിലൂടെ ഗുരുകൃപ കൊണ്ട് എന്നെ അറിയാൻ കഴിയും. അതറിയുന്ന എൻ്റെ ഭക്തൻ എൻ്റെ ഭാവത്തെ തന്നെ പ്രാപിക്കും. ഭക്തിയില്ലാത്തവര് ശാസ്ത്രങ്ങളുടെ ഘട്ടത്തിൽ ബോധമില്ലാതെ വീട് കിടക്കുന്നു. അവർക്ക് 100,000 ജന്മം കൊണ്ടും തത്വജ്ഞാനമോ മോക്ഷമോ കൈവരിക്കാൻ കഴിയുകയില്ല. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മദ്ഭക്തിഹീനന്മാരായി മേ വീരും. നടന്മാരോട് പറഞ്ഞറിയിക്കരുതടോ, പരമോപദേശമില്ലതിന്മേലേ മീതേയൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യവിധം പവിത്രം ഗുഹ്യതമം. സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപകരം ഗദ്യമാനന്ദോദയം. സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചിടുന്ന കുമാൻ മുക്തനായി വരുമൊരു സംശയമില്ലനാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചിട്ടുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ. മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതിനിന്ദിതൻ പരസീതനഹാരി പാപി, മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്താം. യോഗി വൃന്ദാവകാരി സുവർണത്തേ ദുഷ്ടൻ, ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്തിയാം. രാമനാമത്തെ ജപിച്ചീരുകൾ ദേവഗണാലാമോദപൂർവം പൂജ്യനായി വരുമത്രയെല്ലാം. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തതു കേട്ടു തിങ്ങിരും ഭക്തിപൂർവമരുൾ ചെയ്തിതു ദേവീം. നാരായണ. അങ്ങനെ രാമഹൃദയം എന്ന പേരുള്ള ഈ രഹസ്യം ഭക്തിഹീനന്മാർക്ക് പറഞ്ഞു കൊടുക്കരുത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഉപദേശമൊന്നുമില്ല. ഭഗവാൻ ശ്രീ പരമേശ്വരൻ മഹാദേവി പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത
ഈ രഹസ്യം പവിത്രവും അത്യന്തം രഹസ്യവുമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെ വായുപുത്രനായ ഹനുമാന് ഉപദേശിച്ച പാപകരവും ആനന്ദപ്രദവും മോക്ഷദായകവുമായി തത്വം ഭക്തിപൂർവം പ്രതിമായി പാരായണം ചെയ്യുന്നവൻ മുക്തനാവുമെന്നത് തീർച്ചയാണ്. ഈ രാമതത്വം പഠിക്കുന്നവൻ്റെ ബ്രഹ്മഹത്യാദി പാപങ്ങളും പൂർവജന്മാർജിത ദുരിതങ്ങളുമെല്ലാം നശിക്കുമെന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് മാരുതിയോട് അരുളി ചെയ്തു. ജാതിനിന്ദിതൻ, പരധാര ചോരൻ, കൊള്ളക്കാരൻ, മാതൃഘാതകൻ, പിതൃഘാതകൻ, ബ്രഹ്മഹത്യ ചെയ്തവൻ, മഹർഷിമാരെ ദ്രോഹിക്കുന്നവൻ, സ്വർണമോഷ്ടാവ് തുടങ്ങിയ പാപികളെല്ലാം രാമനാമജപം കൊണ്ട് ദേവന്മാർക്ക് പോലും പൂജ്യരായി ഭവിക്കും. മാത്രമല്ല മഹായോഗികൾക്ക് കൂടിയും ദുഷ്പ്രാപ്യമായ വിഷ്ണുലോകത്തിൽ അവരെത്തിച്ചേരുകയും ചെയ്യും. ഭഗവാൻ ശ്രീ മഹാദേവൻ ഇങ്ങനെ അരുളി ചെയ്തത് കേട്ടിട്ട് മഹാദേവി പാർവതി ഭക്തിപൂർവം പറഞ്ഞു: മംഗളാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗാകാമുക പരമേശ്വരാദയാനിധേ പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായി ദുമോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം സന്മുഖോജ്ജളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തെപ്പി വരിക എന്നുള്ളതില്ലയല്ലോ. നിർണയം അതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ, സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയെല്ലാം. സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യമെല്ലാം കിംശനന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർക്കർത്ഥവും ഉണ്ടായി വരാം, കിംരണന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാം. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുന്നരുൾ ചെയ്തു. വേധാവൂ ശതകോടി ഗ്രന്ഥവിസ്താരം പുരാ വിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷ്യമുഖ്യർത്ഥമായി ചമച്ചാനതിലൊരു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാം. അധ്യാത്മരാമായണമെന്നു പേരിന്നധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമുദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശന്ധിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചീടും മുക്തിയും സിദ്ധിച്ചീടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ലോകനാഥനായ ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടതോടെ എനിക്ക് സന്തോഷമായി. എൻ്റെ സംശയമെല്ലാം തീർന്നു. ഞാൻ സന്തുഷ്ടയായി. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മോഹങ്ങളും ഒടുങ്ങി. പാവനമായ രാമതത്വാമൃതമാകുന്ന രസായനം എത്ര തന്നെ പാനം ചെയ്താലും മതി വരികയില്ല. അതുകൊണ്ട് ഭഗവാനെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, രാമകഥ ഇത്രത്തോളം ചുരുക്കി പറഞ്ഞത് തൃപ്തികരമായില്ല. അങ്ങ് ദയാപൂർവം മഹാവിഷ്ണുവിൻ്റെ അവതാര മഹാത്മ്യമെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരണം. നിമിഷങ്ങൾ നിസ്സാരമെന്ന് കരുതുന്നവർക്ക് വിധി നേടാൻ കഴിയില്ല. ചെറുനാണയങ്ങൾ നിസ്സാരമെന്ന് കരുതുന്നവർക്ക് സമ്പത്തുണ്ടാകയില്ല.
കടബാധ്യത കാര്യമാക്കാത്തവർക്ക് ജീവിത സൗഖ്യമുണ്ടാകുകയില്ല. ദേവന്മാരെ ആദരിക്കാത്തവർക്ക് ഗതി കിട്ടുകയില്ല. അതുകൊണ്ട് ശ്രേഷ്ഠമായ രാമകഥ വിസ്തരിച്ചു തന്നെ പറഞ്ഞു തരണം. മഹാദേവി പാർവതിയുടെ ഈ ചോദ്യം കേട്ടിട്ട് ഭഗവാൻ ചന്ദ്രശേഖരൻ മന്ദഹാസത്തോടെ പറഞ്ഞു, സുന്ദരി കേട്ടുകൊള്ളുക. പണ്ട് ബ്രഹ്മാവ് 100 കോടി ശ്ലോകങ്ങളിൽ വേദതുല്യമായ രാമായണം രചിച്ചു. പിന്നീട് ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങളില് മനുഷ്യവർഗത്തിന് മോക്ഷോപായമാകത്തക്ക വിധം രാമായണം നിർമ്മിച്ചു. അതിനെ ചുരുക്കി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെ നമുക്ക് ഉപദേശിച്ചു തന്നു. ഇതിൻ്റെ പേര് അധ്യാത്മരാമായണം എന്നാണ്. ഇത് പഠിക്കുന്നവർക്ക് ആധ്യാത്മജ്ഞാനമുണ്ടാകും. മാത്രമല്ല പുത്രസമ്പത്തും ധനസമൃദ്ധിയും ദീർഘായുസ്സും സന്മിത്രങ്ങളും രോഗശാന്തിയും യശസ്സും ലഭിക്കും. ഭക്തി വർദ്ധിക്കും, മുക്തി ലഭിക്കുകയും ചെയ്യും. അത്യന്തം രഹസ്യമായ രാമചരിതം നീ കേട്ടുകൊള്ളുക. ഇനി അടുത്ത കഥ ഭഗവാൻ ശിവശങ്കരൻ കഥ പറയുകയാണ്. അത് നാളെ